ഹലോ എവ്രി വൺ, വെൽക്കം ടു മാജിക് ഹാൻഡ്സ് ഓഫ് ദീപ. ഇന്ന് നമുക്ക് നല്ല അടിപൊളിയൊരു ചിരട്ടപ്പുട്ടും കടലക്കറി ഉണ്ടാക്കിയാലോ. അപ്പം നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഫ്രണ്ട്സ്, എനിക്ക് ചെറിയൊരു പനിയുണ്ട്, അപ്പോൾ ശബ്ദത്തിൽ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം കടലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ തലേദിവസം തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 കപ്പോളം കടല ഇട്ടിട്ടുണ്ട്. ഞാൻ 2 വെള്ളക്കടലയും കറുപ്പ് കടലയും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുക കേട്ടോ. അപ്പം ഞാനത് നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പം ഞാനും എൻ്റെ കുഞ്ഞുമോളും കൂടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവളാണ് കടലൊക്കെ പെറുക്കിയിടുന്നത് കുക്കറിലേക്ക്. അപ്പം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് ഞാൻ കടല കുക്കറിലേക്ക് മാറ്റുകയാണ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ തന്നെ 2-3 കാന്താരി മുളക് ഇട്ടെടുക്കാം. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ഇടുക. ഒരു മീഡിയം സൈസ് സവോളയും കൂടി അരിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നല്ല പോലെ വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ കൊണ്ട് തന്നെ നല്ല പോലെ കടല വെന്ത് കിട്ടുന്നതാണ്. അപ്പം നമുക്കത് കടല തന്നെ വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഇനി അതിലേക്ക് വേണ്ട പൊടികളൊന്ന് വറുക്കാൻ പോവുകയാണ്. അപ്പോൾ കൂട്ടത്തിൽ വിസിൽ വന്നിട്ടുണ്ട് ഇവിടെ. ഇനി നമുക്ക് ഈ വെന്ത കടല നമുക്ക് ഒരു ചട്ടിയിലേക്ക് മാറ്റാം. അപ്പം ഞാൻ ചട്ടിയിലാണ് കടലക്കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിനി പൊടികളൊന്ന് വറുത്തെടുത്താലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്തു. കുറച്ച് മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് പൊടികളുടെ പച്ചമണം മാറുന്നിടം വരെ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം, മുളക് പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പൊടി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് കടലിലേക്ക് ഇട്ട് കൊടുക്കാം. കടലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു തള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങാക്കൂട്ട് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1 കപ്പ് തേങ്ങ, അതായത് ഒരു 3-4 ടേബിൾ സ്പൂണോളം തേങ്ങ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകവും ഒരു കഷ്ണം കറുവാപ്പട്ടയും കൂടി ഇട്ടിട്ട് നല്ല പോലെ മഷി പോലെ അരച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം തിള വന്നിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചത് ചേർക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ല ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി തേങ്ങ വേകുന്നിടം വരെ ഒന്നും കൂടി ചാറ് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കുറച്ചും കൂടി വേണമെങ്കിൽ ഒരു ഇത്തിരി ചൂടുവെള്ളം കൂടി ചേർത്തോളൂ കേട്ടോ. അപ്പോൾ പുട്ടിനാവുമ്പോൾ നിറയെ ചാറൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഇത് തിള വന്നിട്ടുണ്ട്. നമുക്കിനി ഒന്ന് കടുക് വറുക്കാം. അപ്പോൾ നമുക്ക് അതിലേക്കൊരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉഴുന്നൊരു ടേസ്റ്റിനാണ്. അപ്പോൾ അത് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുക. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു ഫുള്ള് കൈ കറിവേപ്പില ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നല്ല കറിവേപ്പിലയും കൂടി മൂപ്പിച്ചിട്ട് നമുക്ക് ഈ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പുട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ചെറിയ ചൂടുവെള്ളം വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ച് നമുക്കതൊന്ന് നനച്ചെടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 400 ഗ്രാം പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു കട്ട പോലെ ആവുന്ന ലെവലാണ് പുട്ടുപൊടിയുടെ കറക്റ്റ് നനവ്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 1 ഗ്ലാസ് പുട്ടുപൊടിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ കറക്റ്റ് അളവിലുള്ള ഇത് കിട്ടും. അപ്പം ഞാൻ ചിരട്ടയിലേക്ക് പുട്ടുപൊടി നിറച്ച് കൊടുക്കുകയാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ചിരട്ട ഉണ്ടാവുമല്ലോ, അതുപോലെ നല്ലൊരു ചിരട്ട നോക്കിയിട്ട് അതിൻ്റെ ഒരു കണ്ണ് കളഞ്ഞെടുത്താൽ മതി. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ചിരട്ടപ്പുട്ടിന്. അപ്പോൾ ഇനി കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക്
ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. കുക്കറിൽ വെള്ളം വയ്ക്കുമ്പോൾ കുറച്ച് പിന്നെ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പുട്ട് കഴിക്കുന്നവർക്ക് ചിലർക്കൊക്കെ നെഞ്ചരിയുമല്ലോ, അത് ഉണ്ടാവില്ല ഉലുവ ഇട്ട് കൊടുത്താൽ. ഇതെൻ്റെ അമ്മ പറഞ്ഞു തന്ന ട്രിക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കൂ എല്ലാവരും. പുട്ട് കഴിക്കുന്നവർക്കൊക്കെ ചിലർക്കൊക്കെ നെഞ്ചരിച്ചിലുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ആവി പറക്കുന്ന പുട്ടും കടലക്കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് എടുത്തിട്ട് കഴിക്കാൻ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയൂ കേട്ടോ. ഓരോരുത്തരുടെ വീട്ടിൽ ഓരോരോ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്ന ഒരേപോലെ തന്നെ ആയിരിക്കും, പക്ഷെ പല അടുക്കളയാകുമ്പോൾ പല ടേസ്റ്റ് ആവുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്താണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതും കൂടി ചെയ്യണേ.